ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പി എസ് സി വൈബ്. പി എസ് സി വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പാർട്ട് 2 ആണ്. ഫ്രഞ്ച് വിപ്ലവം കഴിഞ്ഞ ദിവസം പാർട്ട് 1 ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അത് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഇത് കാണുക. ഓക്കെ, എന്നാലൊരു കണ്ടിന്യൂറ്റി ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. SCERT ടെക്സ്റ്റ് ബുക്ക് ഫാക്ട്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സാണ്. ഓക്കെ, ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം 1789. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം 1789. ഇനി ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14 ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15 എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15. ഇനി ഫ്രഞ്ച് വിപ്ലവ സമയത്തെ ഫ്രാൻസിലെ ചക്രവർത്തി ലൂയി 16 ഫ്രഞ്ച് വിപ്ലവ സമയത്തെ ഫ്രാൻസിലെ ചക്രവർത്തി ആരായിരുന്നു? ലൂയി 16 ഒന്നുകൂടി, ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15. ഫ്രഞ്ച് വിപ്ലവ സമയത്തെ ഫ്രാൻസിലെ ചക്രവർത്തി ലൂയി 16. ഓക്കെ, ഇനി ഫ്രഞ്ച് വിപ്ലവ കാലത്ത് നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ, നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് പറഞ്ഞത് മേരി അന്റോയിനറ്റ് ആണ്. ലൂയി 16 കുപ്രസിദ്ധയായ ഭാര്യയായ മേരി അന്റോയിനറ്റ് പറഞ്ഞതാണ് നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ. ഈ 3 കോഡ്സും, ഈ 4 കോഡ്സും PSC സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. ഓക്കെ, ഇനി ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവനും തമ്മിലുള്ള സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് പറഞ്ഞത് റൂസോയാണ്. ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവനും തമ്മിലുള്ള സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് പറഞ്ഞത് ഫ്രഞ്ച് തത്വചിന്തകനായ റൂസോയാണ്. ഓക്കെ, ഇനി ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞത് മെറ്റേർണിക്കാണ്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്ന് പറഞ്ഞത് മെറ്റേർണിക്ക്. ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവനും തമ്മിലുള്ള സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് പറഞ്ഞത് റൂസോ. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്ന് പറഞ്ഞത് മെറ്റേർണിക്ക്. ഓക്കെ, ഫ്രഞ്ച് വിപ്ലവത്തിന് ഉത്തേജനം നൽകിയ തത്വചിന്തകന്മാരാണ് റൂസോ, വോൾട്ടയർ, മോണ്ടസ്ക്യൂ. ഫ്രഞ്ച് വിപ്ലവത്തിന് ഉത്തേജനം നൽകിയ തത്വചിന്തകന്മാരാണ് റൂസോ, വോൾട്ടയർ, മോണ്ടസ്ക്യൂ. ജനങ്ങളാണ് പരമാധികാരി എന്ന് പറഞ്ഞത് റൂസോയാണ്. ജനങ്ങളാണ് പരമാധികാരി എന്ന് പറഞ്ഞത് റൂസോയാണ്. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലകളിലാണ് എന്ന് പറഞ്ഞതും റൂസോയാണ്. എപ്പോഴും ചോദിക്കാറുള്ളതാണ്. മനുഷ്യൻ സ്വതന്ത്രനായി പിറക്കുന്നു, എന്നാൽ അവൻ എല്ലായിടത്തും ചങ്ങലകളിലാണെന്ന് പറഞ്ഞത് റൂസോയാണ്. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലകളിലാണ് പറഞ്ഞത് റൂസോയാണ്. ഇനി പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ച ചിന്തകനാണ് വോൾട്ടയർ. പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ച ചിന്തകനാണ് വോൾട്ടയർ. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ച ചിന്തകനും വോൾട്ടയറാണ്. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവയൊക്കെ പ്രോത്സാഹിപ്പിച്ച ചിന്തകൻ വോൾട്ടയറാണ്. ഓക്കെ, ഇനി ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച തത്വചിന്തകനാണ് മോണ്ടസ്ക്യൂ. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച തത്വചിന്തകനാണ് മോണ്ടസ്ക്യൂ. ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നിങ്ങനെ തരംതിരിക്കണമെന്ന് അഭിപ്രായപ്പെട്ടതും മോണ്ടസ്ക്യൂ ആണ്. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച തത്വചിന്തകനാണ് മോണ്ടസ്ക്യൂ. ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നിങ്ങനെ തരംതിരിക്കണമെന്ന് അഭിപ്രായപ്പെട്ടതും മോണ്ടസ്ക്യൂ ആണ്. ഓക്കെ, നിയമങ്ങളുടെ അന്തസത്ത എന്ന പ്രസിദ്ധമായ കൃതി മോണ്ടസ്ക്യൂടേതാണ്. നിയമങ്ങളുടെ അന്തസത്ത, സ്പിരിറ്റ് ഓഫ് ലോസ്, നിയമങ്ങളുടെ അന്തസത്ത എന്ന പ്രസിദ്ധ കൃതി മോണ്ടസ്ക്യൂവിൻ്റെതാണ്. ഇനി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് റൂസോയാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് തത്വചിന്തകനായ റൂസോയാണ്. ഓക്കെ, ഇനി രാജവാഴ്ച അവസാനിപ്പിച്ച് റിപ്പബ്ലിക്കൻ ഭരണത്തിന് വേണ്ടി നിലകൊണ്ട പ്രസ്ഥാനമാണ് ജാക്കോബിൻ ക്ലബ്ബ്. രാജവാഴ്ച അവസാനിപ്പിച്ച് റിപ്പബ്ലിക്കൻ ഭരണത്തിന് വേണ്ട നിലകൊണ്ട പ്രസ്ഥാനമാണ് ഫ്രഞ്ചിലെ ജാക്കോബിൻ ക്ലബ്ബ്. ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അംഗമായ ഇന്ത്യൻ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. ചോദിച്ചിട്ടുണ്ട്. ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അംഗമായ ഇന്ത്യൻ ഭരണാധികാരി ആരായിരുന്നു? ടിപ്പു സുൽത്താനാണ്. രാജവാഴ്ച അവസാനിപ്പിച്ച് റിപ്പബ്ലിക്കൻ ഭരണത്തിന് വേണ്ടി നിലകൊണ്ട പ്രസ്ഥാനമാണ് ജാക്കോബിൻ ക്ലബ്ബ്. ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അംഗമായ ഇന്ത്യൻ ഭരണാധികാരിയായിരുന്നു ടിപ്പു സുൽത്താൻ. ഓക്കെ, ഫ്രഞ്ച് വിപ്ലവം സ്വാധീനം ചെലുത്തിയ ഇന്ത്യൻ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാലും ഉത്തരം ടിപ്പു സുൽത്താനാണ്. ഫ്രഞ്ച് വിപ്ലവം സ്വാധീനം ചെലുത്തിയ ഇന്ത്യൻ ഭരണാധികാരി മൈസൂർ ഭരണാധികാരിയായ ടിപ്പു സുൽത്താനാണ്. ഓക്കെ, ഇനി ഫ്രഞ്ചുകാരുമായുള്ള സഖ്യത്തെ തുടർന്ന് ടിപ്പു സുൽത്താൻ സ്വീകരിച്ച പേരാണ് പൗരനായ ടിപ്പു. ഫ്രഞ്ചുകാരുമായുള്ള സഖ്യത്തെ തുടർന്ന് ടിപ്പു സുൽത്താൻ സ്വീകരിച്ച പേരാണ്
പൗരനായ ടിപ്പു. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായി തൻ്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ടതും ടിപ്പു സുൽത്താനാണ്. ചോദിച്ചിട്ടുണ്ട് ഇത് രണ്ടും. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായി തൻ്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ടതാരാണ്? ടിപ്പു സുൽത്താനാണ്. ഓക്കെ. ഇനി ഫ്രഞ്ച് വിപ്ലവ കാലത്ത് പുരോഹിതന്മാരെയും പ്രഭുക്കന്മാരെയും വധിക്കാൻ ഉപയോഗിച്ച ആയുധമാണ് ഗില്ലറ്റിൻ. ഫ്രഞ്ച് വിപ്ലവകാലത്ത് പുരോഹിതന്മാരെയും പ്രഭുക്കന്മാരെയും വധിക്കാൻ ഉപയോഗിച്ച ആയുധമാണ് ഗില്ലറ്റിൻ. ലൂയി 16 കുടുംബവും വധിക്കപ്പെട്ട വർഷം 1793. ലൂയി 16 കുടുംബവും വധിക്കപ്പെട്ട വർഷം 1793. ഓക്കെ. 1793 ജൂലൈയിൽ ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി റോബിസ്പിയറുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച കമ്മിറ്റിയാണ് പൊതുസുരക്ഷാ കമ്മിറ്റി. 1793 ജൂലൈയിൽ ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി റോബിസ്പിയറുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച കമ്മിറ്റിയാണ് പൊതുസുരക്ഷാ കമ്മിറ്റി. ഓക്കെ. ഇനി ശത്രുക്കളെ ഗില്ലറ്റിൻ ഉപയോഗിച്ച് നിഷ്കരുണം വധിച്ചിരുന്ന ഫ്രാൻസിൽ നീണ്ടുനിന്ന ഭരണമാണ് ഭീകരവാഴ്ച. ശത്രുക്കളെ ഗില്ലറ്റിൻ ഉപയോഗിച്ച് നിഷ്കരുണം വധിച്ചിരുന്ന ഫ്രാൻസിൽ നീണ്ടുനിന്ന ഭരണം അറിയപ്പെട്ടത് ഭീകരവാഴ്ച എന്നാണ്. ഓക്കെ. ഭീകരവാഴ്ചയുടെ കാലഘട്ടം 1793 മുതൽ 1794 വരെയാണ്. ഭീകരവാഴ്ചയുടെ കാലഘട്ടം 1793 ജൂലൈ മുതൽ 1794 വരെയാണ്. ഒരു വർഷക്കാലം. 1793 ജൂലൈ മുതൽ 1794 വരെയാണ് ഭീകരവാഴ്ചയുടെ കാലഘട്ടം. ഓക്കെ. ഇനി യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയ്ക്ക് അന്ത്യം കുറിച്ചത് ഫ്രഞ്ച് വിപ്ലവമാണ്. യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയ്ക്ക് അന്ത്യം കുറിച്ച വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. ഓക്കെ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്നത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ റൂസോയാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്നത് നെപ്പോളിയൻ ബോണപ്പാർട്ട്. ആധുനിക ഫ്രാൻസിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നതും നെപ്പോളിയനാണ്. ആധുനിക ഫ്രാൻസിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നതും നെപ്പോളിയനാണ്. ഇനി നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്ത വർഷം 1799. നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്ത വർഷം 1799. ഓക്കെ. നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായി സ്വയം പ്രഖ്യാപിച്ച വർഷം 1804. ഓക്കെ. നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായി സ്വയം പ്രഖ്യാപിച്ച വർഷം 1804. അധികാരം പിടിച്ചെടുത്തത് 1799. നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായിട്ട് സ്വയം പ്രഖ്യാപിച്ചത് 1804. നെപ്പോളിയൻ പൂർണ്ണമായും യൂറോപ്യൻ സഖ്യ സൈന്യത്തോട് പരാജയപ്പെട്ട വർഷം 1815 വാട്ടർലൂ യുദ്ധത്തോടെയാണ്. നെപ്പോളിയൻ പൂർണ്ണമായും യൂറോപ്യൻ സഖ്യ സൈന്യത്തോട് പരാജയപ്പെട്ട വർഷം 1815 വാട്ടർലൂ യുദ്ധത്തിലാണ് പരാജയപ്പെട്ടത്. ചോദിക്കാറുണ്ട് വാട്ടർലൂ യുദ്ധം നടന്ന വർഷം. വാട്ടർലൂ യുദ്ധം 1815. നെപ്പോളിയൻ പൂർണ്ണമായും യൂറോപ്യൻ സഖ്യ സൈന്യത്തോട് പരാജയപ്പെട്ട വർഷമാണ് 1815 വാട്ടർലൂ യുദ്ധത്തിൽ. ഓക്കെ. നെപ്പോളിയനെ നാടുകടത്തിയത് സെൻറ്റ് ഹെലേന ദ്വീപിലേക്കാണ്. നെപ്പോളിയനെ നാടുകടത്തിയ ദ്വീപ് ഏതാണ്? സെൻറ്റ് ഹെലേന ദ്വീപ്. ഓക്കെ. ഒന്നുകൂടെ, നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായി സ്വയം പ്രഖ്യാപിച്ചത് 1804. നെപ്പോളിയൻ പൂർണ്ണമായും യൂറോപ്യൻ സഖ്യ സൈന്യത്തോട് പരാജയപ്പെട്ട വർഷം 1815 വാട്ടർലൂ യുദ്ധത്തിൽ. നെപ്പോളിയനെ നാടുകടത്തിയത് ഏതു ദ്വീപിലേക്കാണ്? സെൻറ്റ് ഹെലേന ദ്വീപിലേക്ക്. ഓക്കെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നെപ്പോളിയൻ്റെ ഭരണപരിഷ്കാരങ്ങളെ പറ്റിയിട്ടാണ്. PSC പ്രസ്താവന രീതിയിൽ സ്റ്റേറ്റ്മെൻ്റായിട്ട് താഴെ പറയുന്നവയിൽ നെപ്പോളിയൻ്റെ ഭരണപരിഷ്കാരങ്ങളിൽ പെടാത്തത് ഏതെന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ നോക്കാം. കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി. നെപ്പോളിയൻ്റെ ഭരണപരിഷ്കാരങ്ങളാണ് പറയുന്നത്. കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി. ഗതാഗത പുരോഗതിക്കായി റോഡുകൾ നിർമ്മിച്ചു. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു. പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമസംഹിത ഉണ്ടാക്കി. അപ്പോൾ ഒന്നുകൂടി നോക്കാം. കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി. ഗതാഗത പുരോഗതിക്കായിട്ട് റോഡുകൾ നിർമ്മിച്ചു. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. അടുത്തത് പൊതുകടം ഇല്ലാതാക്കാനായിട്ട് സിങ്കിങ് ഫണ്ട് എന്ന പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു. പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് രൂപീകരിച്ചത് ആരാണ് എന്ന രീതിയിൽ ചോദിക്കാം. നെപ്പോളിയനാണ്. പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു. പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമസംഹിത ഉണ്ടാക്കി. ഇതൊക്കെയാണ് നെപ്പോളിയൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ.
ഒന്ന് ഓടിച്ച് പഠിച്ചു വെച്ചേക്കണേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് PSC ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം നന്നായിട്ട് തന്നെ പഠിച്ചോളുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്